എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള അവസരം നാളെ അവസാനിക്കും. അതായത് നവംബർ 28 അവസാനിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളിൽ നിങ്ങളുടെ അപേക്ഷയിലെ നേറ്റിവിറ്റി, അതുപോലെ തന്നെ റിസർവേഷൻ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസുകൾ, അതുപോലെ സംവരണാനുകൂല്യങ്ങൾ, ഫീസ് ആനുകൂല്യങ്ങൾ, അതുപോലെയുള്ള വിവിധ ഡീറ്റെയിൽസുകളിലുള്ള തെറ്റുകൾ തിരുത്തുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് നാളെ വരെയാണ്, അതായത് നവംബർ 28 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അവസരമുള്ളത്. അപ്പോൾ ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിലേക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളിൽ അപേക്ഷയിലെ ഡോക്യുമെൻസിൻ്റെ എന്തെങ്കിലും തെറ്റുകൾ, അത് നാഷണാലിറ്റി, അതുപോലെ തന്നെ സംവരണാനുകൂല്യങ്ങൾ, ഫീസ് ആനുകൂല്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു തെറ്റുകൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നാളെ, അത് നവംബർ 28 വരെയാണ് ഈ ഒരു തെറ്റുകൾ തിരുത്തുന്നതിനായിട്ടുള്ള അവസരമുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ കീയും നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്, എക്സാമിൻ്റെ ആൻസർ കീ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു തെറ്റുകൾ തിരുത്തുക എന്നുള്ള കാര്യം പറയാം. ആദ്യം തന്നെ നിങ്ങൾ www.ce.kerala.gov.in/bfam/LE2025 എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ലാറ്ററൽ എൻട്രി, ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിൻ്റെ പേജിലേക്ക് വരുന്നതാണ്. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, അതുപോലെ ആക്സസ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് കാണാം. അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു തെറ്റുകൾ പരിഹരിക്കുന്നതിനായിട്ട് അവിടെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റായ ഡോക്യുമെൻറ്റ്സ് എന്താണ്, എന്തുകൊണ്ടാണ് അവിടെ തെറ്റ് കാണിക്കുന്നത്, അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വിദ്യാർത്ഥികൾക്ക് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം നാളെ വരെയാണ്, അതായത് നവംബർ 28 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ അപേക്ഷയിലെ തെറ്റുകൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള അവസരമുള്ളത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിജ്ഞാപനം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആൻസർ കീയും നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആൻസർ കീയും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 2025 അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിലെ അപാകതകൾ പരിഹരിക്കാൻ അവസരം. 2025 ബിഫാം ലാറ്ററൽ എൻട്രി അപേക്ഷകർക്ക് നാഷണാലിറ്റി, നേറ്റിവിറ്റി, സംവരണാനുകൂല്യങ്ങൾ, ഫീസ് ഇളവുകൾ എന്നിവ തെളിയിക്കുന്നതിനായിട്ട് അപ്ലോഡ് ചെയ്ത രേഖകൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ പരിശോധിക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും അപാകതകൾ ഉള്ളവർ 28/11/2025 അതായത് നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് സാധുവായ രേഖകൾ അപ്ലോഡ് ചെയ്ത് അപാകതകൾ പരിഹരിക്കേണ്ടതാണ്. ബിഫാം LE 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വെബ് പേജിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും നൽകി കഴിഞ്ഞാൽ അപേക്ഷകർക്ക് അവരുടെ പ്രൊഫൈൽ വിശദാംശങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹോം പേജിലെ മെമോ ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് വഴി അപേക്ഷകർക്ക് സാധുവായ രേഖകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നേരിട്ടോ ഇമെയിൽ അല്ലെങ്കിൽ തപാൽ മുഖേനയോ ലഭിക്കുന്ന അപേക്ഷ, അതായത് രേഖകൾ ഒരു സാഹചര്യത്തിലും ഏതെങ്കിലും റിസർവേഷൻ ക്ലെയിമിനായിട്ട് പരിഗണിക്കുന്നതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിൻ്റെ ആൻസർ കീയും നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ കീയും നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. കാരണം ഈ ഒരു ബിഫാമിൻ്റെ ലാറ്ററൽ എൻട്രി, അതായത് ഈ ഒരു ഡിഫാം കോഴ്സ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ബിഫാം കോഴ്സിൻ്റെ ഈ ഒരു സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു എക്സാം ആണ് ഈ ഒരു ബിഫാം ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ റിസൾട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ എഴുതിയ ആൻസർ കറക്റ്റാണോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ഈ ഒരു ആൻസർ കീ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടോട്ടലായിട്ട് അതായത് എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ 120 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ചോദ്യം, അതുപോലെ ഉത്തരം, അതുപോലെ തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ആ ഒരു കാര്യങ്ങൾ തെറ്റ് തിരുത്താനായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.